സാമൂഹ്യക്ഷേമ പെൻഷൻ അട്ടിമറിക്കുന്ന UDF സർക്കാരിനെതിരെ പാർളം വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുമായി CPIM. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃശൂർ ജില്ലാ ട്രഷറർ TR മീര ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷമായി സമൂഹത്തിലെ അവശതകൾ അനുഭവിക്കുന്ന 62 ലക്ഷം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിച്ചാണ് നൽകിയിരുന്നത്. എന്നാൽ UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ വീടുകളിൽ പെൻഷൻ എത്തിക്കുന്ന സമ്പ്രദായം പിൻവലിച്ചു. ഇതിനെതിരെയാണ് CPM പാർളം വില്ലേജ് ഓഫീസ് മാർച്ചും പ്രതിഷേധ പൊതുയോഗവും സംഘടിപ്പിച്ചത്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃശൂർ ജില്ലാ ട്രഷറർ TR മീര പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അതൊരൊറ്റ മാസം പോലും മുടങ്ങാതെ പാവപ്പെട്ട അവശത അനുഭവിക്കുന്ന ആളുകളുടെ കൈകളിലേക്ക് വീട്ടിൽ നേരിട്ടെത്തിക്കുന്ന രീതിയാണ് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ അധികാരത്തിലിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ചെയ്തത്. അതിന് ഏറ്റവും പ്രധാനമായി ഏൽപ്പിച്ചിരുന്നത് കേരളത്തിലെ സഹകരണ ബാങ്കുകളെയാണ്. കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ ജീവനക്കാരെയും അതുപോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തകരെയും അതുപോലുള്ള വളണ്ടിയേഴ്സിനെ അടക്കം ഉപയോഗപ്പെടുത്തി ഈ പാവപ്പെട്ട ആളുകൾക്ക് കൃത്യസമയത്തു തന്നെ പെൻഷൻ വീടുകളിൽ എത്തിക്കുക എന്നത് മാത്രമല്ല സഹകരണ ബാങ്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ചെയ്തിരുന്നത്. മറിച്ച് ഏതൊക്കെ ഘട്ടങ്ങളിൽ സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ടോ ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ സഹകരണ മേഖലയാകെ തന്നെ ഈ പെൻഷൻ പദ്ധതി നിന്നു പോകാതിരിക്കാൻ കേരള സർക്കാരിനോട് കൈകോർത്തു നിന്നുകൊണ്ട് പെൻഷൻ ആവശ്യമായിട്ടുള്ള തുക അഡ്വാൻസ് അടക്കം നൽകിക്കൊണ്ടാണ് കേരളത്തിലെ പാവപ്പെട്ട കർഷക തൊഴിലാളികൾക്കും മറ്റ് ജനവിഭാഗങ്ങൾക്കും അവർക്ക് അർഹതപ്പെട്ട പെൻഷൻ അവരുടെ കൈകളിലേക്ക് എത്തിക്കാൻ. CPM ചെയർപേരിയ കമ്മിറ്റി അംഗം PV സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. TG വിനയൻ, ജെയിംസ് P പോൾ, സദീപ് ജോസഫ്, CU ഉദയൻ എന്നിവർ സംസാരിച്ചു.